ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണക്കം, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കാൻ പോണത് എല്ലാവർക്കും കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ചൊറിച്ചിൽ. ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല, ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്ത് കിട്ടുന്ന ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എസ്പെഷ്യലി കൊതു കടിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. നമ്മൾ ചൊറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു സെൻസേഷൻ, നല്ലൊരു ഗുഡ് റിലീഫാണ്, നല്ലൊരു ഗുഡ് സെൻസേഷനാണ്. ഇതെന്താ കാരണം? മെയിനായിട്ട് നമ്മൾ ഈ ചൊറിയുന്ന സമയത്ത് എൻഡോർഫിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ റിലീസ് ആവുന്നു. ഈ ഹോർമോണിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് മൂഡ് ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ മൂഡിനൊക്കെ ബൂസ്റ്റ് ചെയ്യാനും ഒരു പോസിറ്റിവിറ്റി വരാനും അതിൻ്റെ വേദന റിലീവ് ചെയ്യാനുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് എൻഡോർഫിൻ ഉടനെ റിലീസ് ആകുമ്പോഴേക്കും നമ്മൾ ചൊറിയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം. പിന്നെ ഇത് ചൊറിയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ പോവാണ്, നമ്മുടെ വിരലുകൾ വേഗം തന്നെ ആ പാർട്ടിലേക്ക് പോകണം, എന്നിട്ട് ചൊറിയണം എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ ചിലവർക്ക് എന്താ വെച്ചാൽ ചൊറിയുമ്പോൾ അപ്പോഴേക്കും വേഗം, ചിലവർക്കൊക്കെ ഭയങ്കര റെഡിഷ് കളറാവും, ചിലവർക്കൊക്കെ റെഡ് കുറച്ചേ ആവുള്ളൂ. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതെന്താ കാരണം? ആ സമയത്ത് ഉടനെ തന്നെ ഫസ്റ്റ് തിങ് ബ്ലഡ് വെസൽസ് വേഗം തന്നെ സ്റ്റിമുലേറ്റ് ആവുകയാണ്, വേഗം തന്നെ അവിടേക്ക് ഗഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലഡ് കുറേ ആയിട്ട് ഫ്ലോ ചെയ്യാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റമിൻ റിലീസ് ആവാണ്. ഈ ഹിസ്റ്റമിൻ എന്നുള്ള വാക്ക് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഹിസ്റ്റമിൻ അവിടെ കുറേ റിലീസ് ആവാണ്. ഹിസ്റ്റമിൻ എന്ത് ചെയ്യും? ഈ ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ആവും. അതായത് ഹിസ്റ്റമിൻ ബ്ലഡ് വെസൽസിനടുത്ത് പറയും, നീ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയും. അപ്പോൾ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ആവും, അത് വലുതാവും. അപ്പോൾ അങ്ങനെയാണ് അവിടെ സ്വെല്ലിങ് അഥവാ ഇൻഫ്ലമേഷൻ അഥവാ അങ്ങനെയൊക്കെ വരുന്നത്. പൊന്തി വരാന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പൊന്തി വരണതൊക്കെ ചിലവർക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് ചിലപ്പോൾ സാധാരണ ഒരു കൊതു കടിച്ചതാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജി കൊണ്ടുവന്നാവും. പക്ഷെ ചിലർക്കൊക്കെ പെട്ടെന്ന് അത് ഇതാവും. അത് ഓരോ സ്കിന്നിൻ്റെ ഓരോരുത്തരുടെ ഒരു ചില സ്കിന്ന് പലതരത്തിൽ അത് റിയാക്ട് ചെയ്യും. സോ ഇതാണ് അടുത്ത റീസൺ. ഇനി ഞാൻ ഇന്നത്തെ വീഡിയോ ഇടാൻ മെയിനായിട്ട് കാരണം ചിലർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയത്ത് പല തരത്തിലുള്ള റെമഡീസ് ചെയ്യും, അത് അവസാനം കൊണ്ട് കൊളാക്കും. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകും. ഓക്കെ, അലോപ്പതി യു ക്യാൻ ഡെഫിനറ്റ്ലി, പക്ഷെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഓബ്വിയസ്ലി നമുക്ക് കുറച്ച് ഒരു കോൾഡ് കംപ്രസ്, അതായത് തണുത്ത എന്തെങ്കിലും തുണി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആശ്വാസം കിട്ടും. ഓക്കെ, അടുത്ത കാര്യം ആയുർവേദത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഹരിദ്രാകാണ്ഡം. ഹരിദ്രാകാണ്ഡം നമുക്ക് ഉള്ളിലേക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഹണി മിക്സ് ചെയ്തിട്ട് കഴിക്കാം, വളരെ കുറച്ച് എമൗണ്ട്. ബട്ട് വലിയവർക്കാണെങ്കിൽ അത് അങ്ങനെയും കഴിക്കാൻ കുഴപ്പമില്ല. ഹണി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സേവിക്കാനായിട്ട് പറ്റും. ഇറ്റ് വിൽ ഹെൽപ്പ്. അപ്പൊ ഹരിദ്രാകാണ്ഡം വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ, ചൊറിച്ചിൽ മാറാനും അഥവാ എന്തെങ്കിലും ടോക്സിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഈ പച്ചമഞ്ഞളും പാലും കൂടിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് കഴിക്കും. അവർക്ക് പനി വന്നാൽ, എന്ത് അസുഖം വന്നാലും അവരിത് കഴിക്കാറുണ്ട്. അതേപോലെ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം പച്ചമഞ്ഞൾ. അല്ലാന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പുരട്ടുകയും ചെയ്യാം. അകത്തേക്കും സേവിക്കാം, പുറത്തേക്ക് പുരട്ടുകയും ചെയ്യാം. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, വേപ്പിന്റെ ഇലയും പച്ചമഞ്ഞളും വെള്ളത്തിലിടുക, തിളപ്പിക്കുക. അത് ആറിയതിന് ശേഷം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കരുത്. ഒരു 3 ഡേയ്സിന് സോപ്പ് ഉപയോഗിക്കരുത്. ഓക്കെ, ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമാണ്, വിതൗട്ട് എനി ഡൗട്ട്. സോപ്പ് ഉപയോഗിക്കരുത്. ഈ വെള്ളം ആറിയതിന് ശേഷം ഈ വെള്ളം നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഒന്ന് മേല് കഴുകുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് ധാരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വല്ലാത്തൊരു സുഖമാണ്. ചൊറിച്ചിൽ വിത്തിൻ മിനിറ്റ്സിനകം ചൊറിച്ചിൽ നിൽക്കും എന്നുള്ളത് ഞാൻ അഷ്യൂരിറ്റി തരുവാണ്. അടുത്തെന്ന് പറഞ്ഞാൽ കറ്റാർവാഴ. കറ്റാർവാഴ എപ്പോഴും നിങ്ങൾ കേൾക്കണതാണ്. ബട്ട് ഞാൻ ഒരു കാര്യം വളരെ അടുത്ത് കേട്ടു. 400 തരത്തിലുള്ള കറ്റാർവാഴ ഉണ്ട് അത്ര. അതിൽ 4 എണ്ണത്തിന് മെഡിസിനൽ വാല്യൂ ഉള്ളൂ. ഒബ്വിയസ്ലി എല്ലാ ചെടിക്കും മെഡിസിനൽ വാല്യൂ ഉണ്ടാവും, എന്നാലും 4 തരത്തിലുള്ള മെഡിസിനൽ വാല്യൂ, 4 തരത്തിലുള്ള കറ്റാർവാഴയ്ക്ക് മെഡിസിനൽ വാല്യൂ ഉള്ളൂ. അതും 4 മിനിറ്റിനുള്ളിൽ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 4 മിനിറ്റ്സ് ഇതിന്റെ മെഡിസിനൽ വാല്യൂ ചത്തുപോകുന്നാ പറയാം. സോ അതുകൊണ്ട് ഞാനിങ്ങനെ കാണാറുണ്ട്, ചിലർ ആ എക്സ്ട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ പുരട്ടും. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സഡൻ റിലീഫ്, അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് കറ്റാർവാഴയുടെ നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടാറുണ്ട് അല്ലേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങാനും കറ്റാർവാഴ പുരട്ടാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കറ്റാർവാഴയിൽ ഒരു യെല്ലോ ലിക്വിഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പാത്രത്തിലോ, എന്നിട്ട് കറ്റാർവാഴ അതിലിട്ട് വെക്കുക. ഓക്കെ, നമ്മൾ ഇത് ചെടി പറിക്കുമല്ലോ, കറ്റാർവാഴ ഇട്ട് വെക്കുക. അതിന്റെ ആ വെള്ളം യെല്ലോ കളറാകും. കുറച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കളയുക. വീണ്ടും ആ പാത്രം എടുക്കുക, ഫ്രഷ് വാട്ടർ ഒഴിക്കുക, കറ്റാർവാഴ ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ ആ വാട്ടർ ഫ്രഷ് വാട്ടർ ഒഴിക്കും. എന്നിട്ട് ഈ കറ്റാർവാഴയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി ചിലർക്ക് എന്താ വെച്ചാൽ ചൊറിച്ചിൽ പ്രൈവറ്റ് പാർട്സിൽ ചൊറിച്ചിൽ വരാറുണ്ട്.
അതിന്റെ കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്കൊക്കെ അറിയാം, അവിടെ ചിലപ്പോൾ നമ്മൾ നനഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ വലിയ ക്രീമോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ദിവസം ഓരോ തരത്തിലുള്ള ക്രീമുകളൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വാസലിൻ പെട്രോളിയം ജെല്ലി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. പല ഫ്ലേവറിലൊന്നും യൂസ് ചെയ്യരുത്. പെട്രോളിയം ജെല്ലി ഒരൊറ്റ ഫ്ലേവറാണ് ആദ്യമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, അത് യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് മച്ച് ബെറ്റർ. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് പാർട്സിൽ ഈ പറഞ്ഞ മാതിരി നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, അതേമാതിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക, അങ്ങനെ അതൊന്നും ചെയ്യാതൊക്കെ തെറ്റാണ്. നമ്മളെപ്പോഴും ഹൈജീനൊക്കെ ആയിട്ട് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് തൈര് യൂസ് ചെയ്യാം. തൈര് വളരെ ഹെൽപ്ഫുൾ ആണ്. യോഗട്ട് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പെട്രോളിയം ജെല്ലി. അതേമാതിരി ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹിപ്പ് ബാത്താണ്. അതായത് ഒരു ബേസിനിൽ വാം വാട്ടർ ഒഴിക്കാം, എന്നിട്ട് നിങ്ങളുടെ ലോവർ പാർട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുക്കി വെക്കുക. നിങ്ങൾ ഈ അടിഭാഗം ഈ ഭാഗത്ത് മുതൽ ലോവർ പാർട്ട് ഫുള്ള് നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഭാഗം നിങ്ങൾ അത് മുക്കി അവിടെ കുറച്ച് നേരം ഇരിക്കുക. വേണമെങ്കിൽ കുറച്ച് നല്ല റിലാക്സിങ് മ്യൂസിക് ഒക്കെ കേൾക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇത് ചെയ്താലും കുഴപ്പമില്ല, വേണമെങ്കിൽ നീമിന്റെ ഓയിൽ കിട്ടും. ഓക്കെ, അത് അതിന്റെ ഒരു 2-3 തുള്ളി ജസ്റ്റ് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് റിലാക്സ്. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് എണീറ്റാൽ നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും. സോ ഇതെല്ലാം ട്രൈ ചെയ്യണം എന്നല്ല, ഇതിൽ ഏതാണ് കുറച്ചും കൂടി 1-2 ഒക്കെ ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ആൻഡ് ചൊറിയാതിരിക്കുക. ട്രൈ ഇറ്റ്. ഓക്കെ.